ഹലോ. അപ്പം ഇന്ന് നമുക്ക് ഒരു കപ്പ് റവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ അപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പം ഇതിന് വേണ്ടിയിട്ട് ആദ്യം ശർക്കരപ്പാനി നമുക്ക് തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പാനിയാക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്ത ഏത് റവ വേണമെങ്കിലും എടുക്കാം. അത് ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഈ കുരു മാത്രമാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ, തൊലി മാറ്റിയതിന് ശേഷം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ കപ്പിൽ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. അത് ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടി ഒരിക്കലും ഒഴിക്കരുത്. അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പശുവിൻ പാല് ഒരു 1/4 കപ്പോളം ഞാനിതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട്, കുറച്ചായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പശുവിൻ പാൽ ഇല്ലാണ്ടെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ 2 നുള്ളു ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പം ഞാൻ 15 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും പാടെ നമുക്ക് ആ റവയൊക്കെ ഒന്ന് കുതിർന്നൊന്ന് കട്ടിയാവും. അപ്പം അങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ചും പാടെ വെള്ളം ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂണും പാടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർത്തി കൊടുക്കുമ്പോൾ ഒരുപാടാവരുത്, നോക്കിയിട്ട് മാത്രം ചേർത്തി കൊടുക്കാം. നല്ല കട്ടിയാവും ചെയ്യരുത്, എന്നാൽ നല്ല ലൂസാവരുത് കേട്ടോ. ഏകദേശം ഈ ലൂസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുക്കുന്നത് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ചുട്ടെടുക്കുന്ന ചട്ടിയിലാണ്. അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചേർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ ചേർത്തി കൊടുത്തിട്ടുള്ളത് നെയ്യാണ്. നെയ്യിലാവുമ്പോൾ ഒന്നും പാടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നെയ്യില്ലാണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്തി കൊടുക്കാം. പക്ഷെ ഓയിലിൽ അത്ര തന്നെ ടേസ്റ്റ് തോന്നൂല. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ എടുത്തിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു അരഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല കുഴിയുള്ള ചട്ടിയാണെച്ചെങ്കിൽ ഒരു അരഭാഗം മാത്രം ഒഴിച്ചാൽ മതിയേ. അപ്പോൾ ഇത് തീ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം കേട്ടോ. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കരുത്. അങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം അപ്പം തന്നെ ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് 2 പ്രാവശ്യമായിട്ട് ഞാൻ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഞാനിത് ചട്ടിയിൽ നിന്ന് ഓരോന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ഒരുപാട് നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് ഇത് ചുട്ടെടുക്കേണ്ട, കുറച്ച് മാത്രം ചേർത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ദാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 1 കപ്പ് റവയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് ഉൾവശമൊക്കെ നല്ലവണ്ണം തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു അപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.